വല്ലം പൂവും കൊണ്ട് അത്തം ഞാൻ ഇട്ടല്ലോ കൂക്കു കൂക്കു കൂ. ഞാൻ പാടിയിട്ട് ഞാൻ തന്നെ അങ്ങ് കൂക്കു വിളിക്കുക. എൻ്റെ ദൈവമേ, എനിക്ക് എന്നോട് തന്നെ ഒരു പ്രോത്സാഹനമില്ലല്ലോ എന്നങ്ങ് ഓർക്കുമ്പോഴായിരിക്കും വല്ലാത്തൊരു വിഷമം. എടാ എടാ, ഒരു തേനീച്ച കിടന്ന് ഈ തലയ്ക്ക് കുറ്റിന് എന്തിനു കിടത്ത് പറക്കുക? എൻ്റെ പൊന്നു തേനീച്ച, ഇത് പിച്ചി പൂത്ത് നിൽക്കുവല്ല, എൻ്റെ തല നരച്ചിരിക്കും അങ്ങോട്ടേക്കാണ് പറഞ്ഞു പോകാൻ. നല്ല വാങ്ങോ. അയ്യോ എൻ്റെ ദൈവം തമ്പുരാനെ. അങ്ങനെ ഒരു വിധത്തിൽ അത്തപ്പൂക്കളം ഇട്ടു. ഇനിയും ഓണത്തപ്പനെ എടുത്തു വെക്കണം. അതിന് എവിടാന്നാ കിടന്ന് തപ്പുന്നത്? എന്തോ ചെയ്യാൻ എവിടെ കണ്ടുണ്ട്. നാണമാകുന്നു ഓണം വന്നല്ലോ എന്റെ കൈ കൊണ്ട് നിന്നെ കൊല്ലുമ്പം. വെറുതെ പാടിയെന്നേ ഉള്ളൂ. ഇവിടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അവരെന്തിയേ? എടാ, അവലിവിടെ ഉണ്ട്. മലര് നീ കൊണ്ടുവന്നോ? പ്രസാദം വെക്കാനല്ല, ഇല്ലേ? അവരെന്തിയെന്നാ ചോദിച്ചത്. നിന്റെ സഹോദരങ്ങളില്ലേ അവരൊക്കെ? വിളിച്ചാ വിളിപ്പുറത്തെത്തുവോ? അവര് വരും. വരുമായിരിക്കും, എനിക്കറിയത്തില്ല. എടാ, നിനക്കറിയാമല്ലോ, എന്റെ ലാസ്റ്റ് ഓണമായത്. ചുമ്മാ ഇത് പിടിച്ചായിരിക്കണം, കളിപ്പിക്കരുത്. വരുന്ന പക്ഷെ ഞാനുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുമോ? അതാ വെറുതെ കളിപ്പിക്കരുത്. അത് തന്നെയല്ല, ഈ വീട്ടിൽ നമ്മുടെ അപ്പൂപ്പന്റെ സ്വർണ്ണക്കിണ്ടി ഇരിപ്പുണ്ട് ഒരു പെട്ടിക്കകത്ത്. ഞാൻ അറിഞ്ഞു. അതുപോലെ സ്വർണ്ണ തളികകളെല്ലാം ഇരിപ്പുണ്ട്. എന്റെ കൊച്ചുമക്കളെല്ലാം വന്നു കഴിഞ്ഞാൽ അവർക്ക് ഞാൻ അത് കൊടുക്കും. മോനെ, മുണ്ടും സെറ്റും ഒന്നും കൊണ്ടുവന്നില്ല. കൊണ്ടുവന്നു. അമ്മമ്മയ്ക്ക് മുണ്ട് സെറ്റ് ഞാൻ ഒരു ശകലം അടിച്ചിട്ടുണ്ട് കേട്ടോ. കുഴപ്പമില്ലോ. കുഴപ്പമില്ല, നീ ആ സെറ്റും മുണ്ടും ഞാൻ നാട്ടെ. എന്നാ ഇതാ സെറ്റും മുണ്ടും. ആ സെറ്റും മുണ്ടും. മുണ്ടുണ്ട്. സെറ്റന്തിയെ അത് സെറ്റും മുണ്ടും ഉണ്ട് അതിനകത്ത്. എടാ, ഇങ്ങനെ കുത്തി വിളിക്കുന്ന സെറ്റന്തിയല്ല. മൊബൈലോ? നിങ്ങൾക്ക് എന്തിനാ മൊബൈല്? എന്താ പ്രായമായിരുന്നു? എടാ, പിന്നെ നിന്റെ മുറപ്പെണ്ണ് വരുന്നുണ്ട്. വരുവോ? നിന്റെ എന്നെ കളിപ്പിച്ച ഈ വിഗ് വലിച്ചാൽ തോട്ടിക്കളയും. കളിപ്പിക്കൊന്നല്ല. വരുവോ? ഭർത്താവ് കൊണ്ടുകൂടെ. അയ്യോ, അത് എന്തായിരുന്നു? ഓനെ, നീ എന്റെ പൊന്നൂഞ്ഞല്ലേടാ? എന്റെ പൊന്നൂനല്ലേ ഇങ്ങനെ വന്നേ? കള്ളമാറി കുടുംബങ്ങളൊക്കെ വന്നിരിക്കുന്നവൻ. എന്നെ എന്തെങ്കിലും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. നീ വന്നല്ലോ എന്നങ്ങ് സന്തോഷത്തിന് ഞാനങ്ങ് പറഞ്ഞതാ. ഈ ഓണസദ്യ അല്ലാതെ നമുക്ക് ഫ്രൂട്ട്സ് ഐറ്റം വല്ലതും മേടിച്ചിട്ടുണ്ടോ? ഫ്രൂട്ട്സ് ഐറ്റം ഈ ഒരു തണ്ണിമത്തക്കല്ലേ കൊണ്ടുവന്നില്ലയോ? എവിടുന്ന്? അത് ഞാൻ കീറി, അതിന്റെ അകത്ത് കാറ്റ് മാത്രമേ ഉള്ളതുകൊണ്ട് അവിടെ വെച്ചേക്കുന്നു. നോക്ക് ചെന്ന്. എന്റെ അല്ല, മനുഷ്യനെ പറ്റിക്കുന്നതിന് വരെ അതിനുണ്ട്. പിള്ളേർക്ക് കളിക്കാനുള്ള ഓണപ്പന്ത് വലിച്ചു കീറി. അയ്യോ, ഇതാണ് എന്താ പണിയെ കാണിച്ചത്? അത് തണ്ണിമത്തക്കല്ലോ. രാവിലെ ബ്രെഡ് വല്ലതും കഴിച്ചോ? ബ്രെഡ് ഞാനൊരു കുന്നോ കഴിച്ചില്ല മോനെ, എനിക്ക് വിശന്നിട്ട് വയ്യ. അപ്പൊ സ്നഗ്ഗിയെ തൊട്ടിട്ടില്ല. ദൈവമേ, ഞാൻ സ്പെഷ്യൽ എന്താണെന്നാ പറഞ്ഞേ? മോനെ, നിനക്ക് മോരുതോരൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മോരുതോരൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇലമോനെ ചവിട്ടാതെ. ഇലമോനോ? മോരുതോരൻ അവിടെ ഇരിപ്പുണ്ടോ? വിളക്കുമോനെ, അതാ ചവിട്ടാതെ. എന്തോ അമ്മ കിടന്ന് ഇങ്ങനെ കിടന്ന് അലക്കുന്നത്? പൂമോനെ ചവിട്ടാതെന്ന്. നീ എന്നെ ചവിട്ടി കഴിഞ്ഞാല് ഒറ്റ നിമിഷം നിന്നുരുകിപ്പോയി. ഞാൻ മോരുതോരൻ നോക്കാം. മോരുതോരൻ പോയി. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല മോരുതോരൻ. നോക്കട്ടെ. ഓണം വരുന്നേ, ജാനും വരുന്നേ, കൂടൊരു കടലുണ്ടേ, കുട്ടിയും കയ്യിലുണ്ടേ. നീ എന്നെ കുറിച്ചോ നീ പാട്ട് പാടിയേ? എന്നെ കുറിച്ചോ? ഇതാ ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങോട്ട് വരുന്നില്ലെന്ന് പറഞ്ഞാട്ടല്ല. എന്താന്ന് മാമന്റെ വീട്ടിൽ എനിക്ക് ഓണം ആഘോഷിക്കാൻ പോണം. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. കണ്ടിട്ടില്ല, ഇങ്ങോട്ട് വാ. നിങ്ങൾ മാമന്റെ വീട്ടിൽ പോയി കിടന്നോ? ഇത് അമ്മൂമ്മയുടെ അവസാനത്തെ ഓണമെന്നാണോ പറഞ്ഞത്? അതെല്ലാ വർഷം അമ്മ അങ്ങനെ തന്നെ പറയുന്നു. അതല്ലെന്ന്, അമ്മമ്മക്ക് അപ്പം പണ്ട് കൊടുത്തൊരു പെട്ടി ഉണ്ട്, അതിന്റെ അകത്ത് കുറെ സ്വർണ്ണക്കിണ്ടി സാധനങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് എല്ലാ പേരക്കിടങ്ങളെയും വിളിച്ച് ആഘോഷിക്കണം. അതൊക്കെ പങ്കുവെക്കാനാണ്. നിങ്ങൾക്ക് ഒരു പങ്കല്ല, 2 പങ്ക്. എന്റെ പേരിലും കൊച്ചിന്റെ പേരിലും മേടിക്കും. അമ്മമ്മനെ വിളിക്കണേ. എടി, നിനക്കറിയാമല്ലോ, എനിക്ക് 3 മക്കളാ. നിന്നൊക്കെ തലവട്ടം കണ്ടപ്പോഴേ അവര് 3 പേരും അങ്ങ് പോയി. 2 ആണും 1 പെണ്ണും. അല്ലെ, പെണ്ണിന്റെ മോളാ നീ നേരത്തെ ഈ വീട്ടിൽ വരണ്ടതാ. നീ വന്നില്ല. വഴക്കിടുവല്ല, മൂത്ത മോന്റെ മോൻ പോലീസാ. പിന്നെ ഇളയവന്റെ മോൻ ഇവിടെ ഉണ്ട്. ബാബുക്കുട്ടൻ അകത്ത് കയറി പോയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം എന്തോന്ന് വെച്ചാൽ, ഈ വീട്ടില് എന്റെ ലാസ്റ്റിലത്തെ ഓണവാ. വരുന്ന വർഷം ഞാൻ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല കേട്ടോ. അതുകൊണ്ട് ഒരു പെട്ടി നിറച്ച് സ്വർണ്ണ തളികയും സ്വർണ്ണ പാത്രമൊക്കെ ഇരിപ്പുണ്ട്. അതെന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയാ. മോളെ, എനിക്ക് എന്തോ കൊണ്ടുവന്ന് തരാൻ നല്ലൊരു ഓണം ആയിക്കോട്ടെ. എന്റെ ദൈവം തമ്പുരാനെ, ഇതിനോടൊക്കെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ സ്വർണത്തിന്റെ മാല. അടിപൊളി അടിപൊളി, സുന്ദരിയായിട്ടുണ്ട് കേട്ടാ. സുന്ദരിയായിട്ടുണ്ട്. ഈ പോണം മാമന്റെ വീട്ടിൽ പോണം. അരമണിക്കൂർ ഞാൻ ഇവിടെ നിൽക്കത്തുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്താണ് അവൻ പോവുകയാണെ പോട്ടെ. നിന്റെ മുറച്ചെറുക്കനില്ലയോ? ബാബുക്കൂട്ടൻ വന്നിട്ടുണ്ട്. ബാബുച്ചെന്നെ കണ്ടിട്ട് കൊറേ നാളെ. ബാബുച്ചേ
ഇല്ല വേണ്ട ചേട്ടച്ചാരും വരും ഇപ്പൊ വരും. ഏത് മണിക്കൂട്ടേട്ടനാ? ആ, മണിക്കൂട്ടേട്ടൻ അയ്യോ, രണ്ടുപേരെയും കാണാൻ കൊതിയാവളോ മോനെ. ഡ്രസ് മാറാൻ എടുത്തോണ്ടോ? ഡ്രസ് എടുത്തോണ്ടോ മാറാൻ? എന്ത് കളി കൊണ്ടാ? ആ. നിങ്ങൾ വീട്ടിൽ പോണെന്നല്ലേ പോയിട്ട്? നിങ്ങൾ വീട്ടിൽ പോണെന്നല്ലേ പോയിട്ടുമ്പോ? രണ്ട് കുട്ടന്മാരെ ഇടയ്ക്ക് നിന്നെ നിർത്തിയിട്ടേ ഈ വാവാച്ചി എങ്ങും പോകുന്നില്ല. ആരാണ് ബാവാച്ചി? ഇവളെന്നെ വിളിക്കുന്ന വാവാച്ചി നവീ. ആണ്ട മുതുക്കു മുറ്റിരിക്കണേ വിളിക്കുക ബാവാച്ചി. ഞാൻ പറഞ്ഞതാ മാമന്റെ വീട്ടിൽ. ആ, ഞാൻ പറഞ്ഞതാ. പത്തു. നാരായണ നാരായണ ആ അളിയോ നാരായണ. എന്തുണ്ട് വിശേഷം? അളിയാ ഞാൻ ഇപ്പഴാ ഇവിടെ കയ്യിൽ നിന്ന് ഈ കുഞ്ഞിനെ മേടിച്ചേ. ഞാൻ ചോദിച്ചില്ലല്ലോ. അല്ല ചിലപ്പോ അളിയും വിചാരിക്കും ഞാൻ വീട്ടിൽ നിന്നേ ഇങ്ങനെ എടുത്തോണ്ട് വരുവാന്ന്. അല്ല എനിക്ക് അളിയനെ നേരത്തെ അറിയാമല്ലോ. അറിയാമല്ലോ. എന്തുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. എന്താണ്? കൊച്ചിനെ പിടിയോടി. എന്നെ കൂടെ ഒന്നും പറ്റൂല. പോ. നാളെ ഞാൻ തുണി കഴിവത്തില്ലേ? നിങ്ങളല്ലേ ഇങ്ങോട്ട് ഒന്ന് പെടുത്തുള്ളൂ. പേടി കണ്ടോ? ഞാൻ കണ്ട എനിക്കറിയാമല്ലോ നീ പേടി എന്തുവാന്നുള്ളത്. വീട്ടിൽ എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു. അച്ഛന് അസുഖങ്ങൾ വല്ലതും ഉണ്ടോ? ഒരു അസുഖവും ഇല്ല. ഒരു അസുഖമില്ല. ഒരു അസുഖവും ഇല്ല. എത്ര വയസ്സുണ്ട്? 80 വയസ്സായി. അയ്യോ ഇനിയിപ്പോ എന്നും അസുഖം വരാനാ? ഇത് അങ്ങനെ പോരാ, പറഞ്ഞ വാക്ക് പാലിക്കണം. മോളെ ചക്കരെ എന്തുണ്ട് വിശേഷം? മോനാ മോനാ. ആ കുഞ്ഞിനോടല്ല മോനെ, സുഖമായിട്ടിരിക്കുന്ന ചുരിദാറിന്റെ സൈസ് എന്ന് പറഞ്ഞ മേടിച്ചേ കേട്ടോ. അയ്യോ കുഞ്ഞ് ഇടാറായിട്ടില്ല. ഡ്രസ് ഇടാറായിട്ട്. കുഞ്ഞിനോടല്ല, 2 ദിവസം കഴിഞ്ഞ് പോയാ മതി കേട്ടോ. അയ്യോ അരമണിക്കൂറിനാ ഞങ്ങൾക്ക് പോണം. നീ പൊക്കോ. അല്ല കുഞ്ഞിനെ കൊണ്ടുപോകണം. കുഞ്ഞിനെ കൊണ്ടുപോക്കോ. ഗായത്രി ഇവനങ്ങ് സംശയമാ. ഇങ്ങോട്ട് 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 ഇങ്ങോട്ട്. എന്തിനാ? ഓ ഓ ഓ ഓ ഓ. ഓ കുഞ്ഞിനെ ഉറക്കുക, കുഞ്ഞിനെ ഉറക്കുക. കേറി വരാഞ്ഞിട്ട് അതല്ലേ. ആ ആ നാരായണ നാരായണ കേറി വരാഞ്ഞിട്ട് എന്റെ ദൈവം വരുന്നുണ്ട്. നാരായണ നാരായണ. പോലീസ് 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 പോലീസ്. പോലീസ് വരുമ്പോളേ പൊളിക്കാൻ കൊണ്ട് കണ്ടൽക്കാടല്ലേ എന്റെ ഭാര്യ. അല്ല, എനിക്ക് പോലീസിനെ പേടിയാ. നിന്റെ ചേട്ടനില്ലടോ കയറി വരുന്നേ. മണിക്കൂട്ടേട്ടനാണെന്ന്. മധുരം ജീവാമൃത ബിൻസി. ബിൻസി അല്ല ബിന്ദു. ആ അവളെയും എന്നെയും കൂടി അവളെ ഭർത്താവ് പൊക്കിയതിന് ശേഷം ഞാൻ ബിൻസി എന്നേ പാടത്തുള്ളൂ. ബിൻസിയുടെ ഭർത്താവ് അത് പൊക്കുമ്പോ പാട്ട് മാറ്റും. ഇതാരാ? ആ ഇത് കള്ളനാ. ഞാൻ ഈ കോടതിയിലോട്ട് ഈ കള്ളനെ കൊണ്ടുപോകുന്ന വഴിക്ക് പിന്നെ ഈ അമ്മാമ്മേരോട്ടത്ത് നമുക്ക് ഇച്ചിരി ഓണസദ്യ കഴിക്കുന്ന നിങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ഞാൻ കയറിയതാ. അങ്ങനെ വേണ്ടതാ. ഞാൻ അവിടെ സെല്ലി കിടക്കുമായിരുന്നു. അപ്പൊ ഇയാൾ പറഞ്ഞു ഇവിടെ ഏതോ പെണ്ണ് വരുന്നു, അവിടെ മുന്നിൽ ഷൈൻ ചെയ്യാനെന്ന് പറഞ്ഞ് വിലങ്ങ് കുടിപ്പിച്ചോണ്ട് വന്നത് ആരെന്ന് അറിഞ്ഞൂടെ? ഏത് പെണ്ണ്? ആ എനിക്കറിഞ്ഞോ, ഏതൊരു പെണ്ണ് കാര്യം പറഞ്ഞായിരുന്നു. ഗായത്രി നാന്നു. ആ പേരാ പറഞ്ഞത്. എഴുതി എല്ലാരും കൂടെ ഇങ്ങോട്ട് കയറി വരുന്നു എന്റെ പൊന്നു. നിന്റെ അടുത്ത് ഞാൻ അവിടെ നിന്ന് വന്നപ്പോഴേ പറഞ്ഞ ഒറ്റ അക്ഷരം പോറന്ന്. ഞാൻ മിണ്ടത്തില്ല. പക്ഷെ പോകുമ്പോ എനിക്ക് ആ വെള്ളിമുങ്ങയെ തരണം. വെള്ളിമൂങ്ങ എവിടെ? പൂവായിരിക്കുന്നത്. അയ്യോ അതെന്റെ ഇവിടെ എന്റെ അമ്മാമ്മ, അത് വെള്ളിമൂങ്ങ അല്ല. ഉണ്ടരുത് നീ. ആ മിണ്ടത്തില്ല. മറന്ന് മോളു സുഖമാണു. താടി മാറിപ്പോയി, താടി മാറിപ്പോയി. മോള് കുറച്ച് ദിവസം കഴിഞ്ഞ് പോയാ മതി കേട്ടോ. അത് ഞാൻ അത് കൊടുത്ത അടിച്ചതാ, ഞാനുള്ള മറുപടിയും കൊടുത്തേ. ഞാൻ മോക്ക് ഞാൻ ഒരു ചുരിദാർ വാങ്ങി തരാം കേട്ടോ. അതും പറഞ്ഞതാ. അതും പറഞ്ഞതാ. അത് നീ വേക്കത്തില്ല. രാവിലെ ഇഞ്ഞു പോന്നല്ലേ? പിന്നെ ഞാൻ ഇന്നലെ പോയിട്ട് എന്നെ ഇവിടെ ഒരു വാക്ക് മിണ്ടാ നീ സമ്മതിക്കത്തില്ല. ഞാൻ സമ്മതിക്കത്തില്ല. അപ്പൊ ഞാൻ ഇവിടെ ഒന്ന് പുഴുക്കണം, അതാണ് നിന്റെ ആഗ്രഹം അല്ലേ? വിഴുക്കല്ല. കൊള്ളാം കൊള്ളാം. അലിക്കോട്ടെ ഇങ്ങ് വന്നേ. എന്താ മുത്തശ്ശി? നിന്റെ കണ്ണിന് വല്ല കുരു വല്ല ഉണ്ടോടാ? ഇല്ല, 2 കൃഷ്ണമണിയാ. കൃഷ്ണമണിയാണോ? അതെ, അതെ. അത് നിനക്കറിയാമേ. അതെ. ഞാനിവിടെ ഒരു ഇരിക്കുന്നത് കണ്ടാണോ? അയ്യോ ദൈവമേ, കലിപ്പായന് ഈശ്വരാ. കണ്ട് കാലയിലൊന്നും പിടിക്കണ്ട. എടാ നിന്റെ വീട്ടിലേ കേടായ ഒരു ടി വി ഇരിപ്പുണ്ടെന്ന് പറഞ്ഞില്ലയോ? പറഞ്ഞു. ഈ ഓണമാകുമ്പോ നീ ടി വി കൊണ്ട് തരാമെന്ന് പറഞ്ഞിട്ട് ഓണമായ ടി വി എന്തിയേ? അയ്യോ ഓണാകുമ്പോ കൊണ്ടുവരാന്നല്ല പറഞ്ഞത്, അത് പഴയ ടി വി, അതൊന്ന് ഓണാകുമ്പോ കൊണ്ടുവരാന്നാ പറഞ്ഞത്. എന്റെ ദൈവം, എന്തുവാടെ ബാബുക്കുട്ട ഇതൊക്കെ പറയുന്നേ? മണിക്കൂട്ടേട്ടാ ഇപ്പൊ കേസൊക്കെ ഉണ്ടാ? ഇല്ലല്ല, ഇപ്പൊ കേസില്ല. ഇപ്പൊ ഞാൻ ഈ യൂണിഫോം ഇട്ടുകൊണ്ട് സ്വയം തൊഴിലിന്റെ പണിക്ക് പോവാ. എന്താണ് നിങ്ങൾ ഇങ്ങനെ കളിയാക്കണത്? പിന്നെ കളിയാക്കാതെ നമ്മൾ ഈ പോലീസ് എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു മൈൻഡും ഇല്ല. നീ ശ്രദ്ധിച്ചില്ലേ ബാബുക്കുട്ട? പണ്ടൊക്കെ നമ്മൾ ആ പിറകിരിക്കുന്ന പേരയിൽ കയറി എന്തുമാത്രം പേരയ്ക്ക ഇവക്ക് പറിച്ചു കൊടുത്തിട്ടുള്ളതല്ലേ? എന്നിട്ട് അവൾ ഒരു പേരൊക്കെ നമുക്ക് പറിച്ചിട്ടുണ്ട്. ഇല്ല. അല്ല നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ട? പേരൊക്കെ വേണം. ഞാൻ പേര് വരുത്തി കയറി പറിച്ചറിയില്ല. അവിടെ അല്ലേ അമ്മുമ്മ ഇവിടെ വ്യക്തതയുണ്ടോ? ഇതിനാ ആ പേരമല ഇന്ന് ഞാൻ മുറിക്കും, അല്ലെങ്കിൽ ഇതാണ് ഇതിന് 2 ഞാൻ മുറിക്കും. അപ്പൊ പേരയ്ക്ക ക്യാൻസൽ. പേരക്കാട പരിപാടി വേണ്ട. നിങ്ങൾക്ക് എന്താ ചേട്ടാ? എന്താണ്? ആ, എന്താ? തീർപ്പ് ഞാൻ തരും. ആ, നിങ്ങൾ കൊച്ചു രാത്രി വേറെ കാര്യങ്ങളുണ്ട്. കൊച്ചു കിടന്ന് രാത്രി പാണിയാ. ആരാ കണ്ടുപിടിക്കുമല്ലോ. പാവക്കുട്ടി വന്നേ. എന്തുവാ? പാവക്കുട്ടി രാത്രിയിലേ ആ. ഉറക്കത്തിൽ കളഞ്ഞു എന്നാക്കുവോ? ഇല്ല, ഞാൻ വെക്കത്തില്ല. പക്ഷെ രാത്രി കിടന്നുമുള്ളൂ. അല്ലെ ഈ വൃത്തികെട്ട വെപ്പം ഞാൻ വെക്കത്തില്ല. ആ സംശയം മാറി. അളിയാ അളിയൻ രാത്രി കളഞ്ഞു ഇങ്ങനെ ആക്കുവോ? ആക്കുവോ? ഇല്ലെന്ന്. എന്താ കാര്യം? എന്തുവാ ചോദിച്ചയാ. ചുമ്മാ ഇത് എന്തുവാടെ ഇത്?
ആക്കുവോ? അയ്യോ ഞാൻ ഇപ്പൊ വന്നതേ ഉള്ളു, ചോദിച്ചതാ. ഇവന് ഭയങ്കര സംശയമാണെന്നാ തോന്നുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇവ ഈ കുഞ്ഞിനെ കൊണ്ട് 24 മണിക്കൂർ ഇങ്ങനെ നടക്കുമോ? നടക്കുമോ? നീ ആര് കാണിച്ചേ? ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. 1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും. UG, PG, ഡിപ്ലോമ, MRS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ. ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടെച്ചിൽ. www.24studyabroad.com. കുടുംബങ്ങളോടൊപ്പമുള്ള ആത്മബന്ധം. ഫ്ലവേഴ്സ് ആൻഡ് 24 വിശ്വാസത്തിന്റെ ഉറപ്പ്. 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001900156 8008000120. അല്ല ഉണ്ട് അമ്മച്ചെന്തി. അമ്മച്ചല്ലിയാ ഇരിക്കുന്നത്. അതല്ല എമ്മച്ചന്തിയെന്ന്. എമ്മച്ച സാധനമുണ്ട്. മോനെ ആ നീ വന്നേ, ആണോ നിന്റെ വായം തുറന്നേ. നാക്കൊന്ന് നീട്ടിയേ. നിനക്ക് ഇത്രയും നീളമുള്ള ഒരു നാക്കുണ്ട്, പിന്നെ എന്തിനാ കുന്തം വിളിക്കുക പോലെ നിൽക്കുന്നേ? ഒന്നും മിണ്ടാതെ. നമ്മുടെ ചെറുമോനില്ലേ ഒരു സഹായം ചെയ്തതിന് എന്നെ പിടിച്ച് ജയിലിൽ ഇട്ടെന്ന്. സഹായം ചെയ്തതിന് എന്തിനാ പിടിച്ച് ജയിലിൽ കൊണ്ടു നിർന്നത്? അതായത് നമ്മളവിടെ അമ്പലത്തിൽ ഒരു കാണിക്ക വഞ്ചിയുണ്ട്. ഇഷ്ടം പോലെ പൈസ അടക്കുന്ന കാരണം ആൾക്കാർക്ക് പൈസ ഇടാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ അത് വീട്ടിൽ കൊണ്ടുവച്ചിട്ട് കാലിയായിട്ടൊരു വഞ്ചി കൊണ്ടുവച്ചു. അന്നേരം ഇവൻ പിടിച്ചോണ്ട് വന്നത്. എന്നിട്ട് ഒരു പേര് വിട്ട് കള്ളനെന്ന്. എവിടെ പോവാ? ഈ കണ്ണുനീരുന്ന് കൊണ്ട് കളയട്ടെ. ആ കണ്ണീരിനുള്ള കഥ ഞാൻ പറഞ്ഞില്ലല്ലേ. നല്ലൊരു ഓണമല്ലേ, കണ്ട വിലം കിട്ടേക്കുന്ന ഒന്ന് അഴിച്ചു തരാൻ പറ. എടാ ഒന്ന് പറ. മണിക്കൂട്ടോ പാവല്ലേ. ഇറങ്ങി വേണം. കള്ളവുമില്ല സജ്ജിയുമില്ല. ചതിയുമില്ലെന്നല്ലേ അത് നീ കാണിച്ചത്. മൊത്തം കൂടെ അങ്ങനെ അങ്ങ് കേറ്റാവൂ. ഒരു ഓണക്കാലമായി വീട്ടിൽ ഒരു അതിഥി വന്നിരിക്കുക. അവരുടെ കയ്യിലെ കെട്ടടിച്ചു വിടാം. അവരുടെ കയ്യിലെ കെട്ടടിച്ചു വിടാം. കെട്ടടിക്കാൻ പറ്റത്തില്ല, അവൻ കള്ളനാണ്. ഞാൻ ബലം വെച്ച് കൊണ്ടുവന്നതാണ്. ഞാൻ പറയുന്നത് കേട്ടോളാം. ആ പെട്ടിക്കകത്തെ സ്വർണം വേണോ? അത് വേണം. ആ വേണമെങ്കിൽ കെട്ടടിച്ചു വിടാം. ഞാൻ കഴിച്ചത് പോലും ഇല്ല, അറിയാമോ? ആരും പോലും കഴിക്കാതിരിക്കുന്നത്. ആവശ്യകത ഉണ്ട്, ഇത് വിഷയമാവുക. ഞാൻ സീരിയസ് ആയിട്ട് പറയാം. ഞാൻ പറയുന്നത് മര്യാദയ്ക്ക് കേട്ടോണം. കെട്ടടിച്ചു വിടാൻ. അഴിച്ചു വിടും. അത്രയും എടുക്കാനാവും. താക്കോലൊന്നും വേണ്ട, താണ്ട ഇങ്ങനെ അങ്ങ് ഉരി എടുക്കാനേ ഉള്ളൂ. അയ്യോ അത്രേ ഉള്ളൂ. ഞാൻ ഇത് ഇട്ടോണ്ടാണ് ഇത്ര നേരം ഇരുന്നത്. ഇപ്പൊ ഒരു രസമായി. അമ്മൂമ്മ എന്തുവാക്കളെ നിക്കറില്ല. എന്റെ മോനെ നിനക്ക് ചേരുവോ ഇല്ലയോ എന്ന് അറിയത്തില്ല. ഇവരുടെ അപ്പൂപ്പന്റെ ഒരെണ്ണം ഞാൻ എടുത്തോണ്ട് വരാം. അയ്യോ അതല്ലെന്ന് പറഞ്ഞത്. ഇവരെല്ലാം പോയിട്ട് ചാരായം കുടിച്ച് എനിക്ക് ലിക്കർ കിട്ടിയില്ല. നിങ്ങൾ ചുമ്മാ ആവശ്യമില്ല മുത്തച്ഛൻ, ഞാൻ ആവശ്യമില്ല പറയാൻ തന്നെ. കണ്ണിനിട്ട് കുത്തു ഞാൻ തരും. മര്യാദയ്ക്ക് അവന് 10 കൊടുക്കോളൂ. ഞാൻ കുടിച്ചോളാം. ഒട്ടും വിഷയമാകത്തില്ല. നീ ആണോ പറയുന്നത്? എല്ലാം നിങ്ങൾ ഏറ്റോളണം കേട്ടോ. ഞാൻ സീരിയസ് ആയിട്ട് പറയുക. ഇവിടെ ഓണത്തിന് നമ്മൾ ഇങ്ങനെ ഇരുന്ന അങ്ങനെ പിന്നെ എന്ത് ചെയ്യണം? നമുക്ക് ഒരു ഓണാഘോഷം വെച്ചാൽ. ഓണാഘോഷമൊക്കെ വെക്കാം. അതിനു മുമ്പേ നമുക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ മുത്തശ്ശി? ബാബുക്കുട്ടൻ പോയാലും വെട്ടിക്കൊണ്ട് വാ, കഴിക്കാം. എന്തൊരു കൊതിയടാ നിനക്ക്. ഈ വന്നപ്പോ പൊറോട്ട തിന്നല്ലേ നിനക്ക് ഇപ്പോഴും ആഹാരമാണ്. ഇവൻ ഇതെന്താ ആമാശം തന്നെടാ ഇത് വെച്ചേക്കണത്. എടാ ഞാൻ പോലീസാണ്. പോലീസൊക്കെ അങ്ങ് സ്റ്റേഷനിൽ അമ്മൂമ്മയുടെ വീടല്ലേ പറയുന്നത്. അവൻ വീട്ടിൽ വന്ന ഒരു അതിഥി ഇല്ലയോ? എന്നെ ഞാൻ അടിക്കാൻ പോവാ. ഞാൻ പറഞ്ഞ ഇത് വിഷയമാവെന്ന് പറഞ്ഞ. അമ്മ ഞാൻ പറഞ്ഞത് ഏതെങ്കിലും ഓണക്കളി വെക്കണം. അത് അവൻ ഭരതനായാലും അത് കറക്റ്റ് കാര്യം. ഓണക്കളി വെച്ചാൽ മതി. അങ്ങനെ വെക്കണം. അങ്ങനെയാണ് ഓണത്തിന് എല്ലാ വീട്ടിലും. മോനെ വല്ലതും അറിയുന്നുണ്ടോ? ഓണക്കളിയൊക്കെ വെക്കുക. അയ്യോ വന്നങ്ങ് കസേര കളി. കസേര കളി വെക്കാം. ഞാനും വേണ്ടേ? മോനെ ലീഡർ നീ ആയിക്കോണം. അമ്മൂമ്മ എങ്ങ വന്നേ? മക്കളെ അമ്മൂമ്മ വേണം ഊതാൻ. അപ്പൊ ഒരു ഇച്ചിരി ശ്വാസം എന്റെ ഉള്ളിൽ കിടക്കുന്നത് കണ്ടിട്ട് നിനക്ക് പിടിക്കുന്നില്ല. അതല്ലെന്ന് ഇത് ഊതിയാലും ഇവര് കറങ്ങിയേനെ. എന്നെ കൊണ്ട് വയ്യ. എന്നാ ഞാൻ ഊതാം. എന്താടാ എടാ മത്സരം കഴിഞ്ഞിട്ടല്ലേ ഇരിക്കണേ. എടാ ഞാൻ പോലീസല്ലേടാ. ഇരുന്നോ. അതാ കണ്ടോ അവൻ രാജാവായി. അപ്പൊ തുടങ്ങാന്നാ? റെഡി. ഓക്കെ ഇങ്ങോട്ട് കിടങ്ങ്. ഇങ്ങോട്ട് ഇതിലേ കൈയടിച്ചോട്. അമ്മൂമ്മ കൈയടി. അണ്ണൻ കളിക്കുന്നില്ലേ? കൊച്ചു മടി ഇരിക്കുന്നത് കണ്ടില്ലയോടാ നീ? നിങ്ങൾ കൊച്ചിനെ മടി വെച്ചോണ്ടിരുന്നോ? പെണ്ണുമ്പോൾ ആണ്ട വല്ലവനെ മടി കയറി ഇരിക്കുന്നു. ഗായത്രി ആ പൊട്ട എന്തിനു കറങ്ങുവന്നോ എന്തോ. ഈ കളി വേണ്ട, ഈ കളി വേണ്ട. കളി നിർത്ത്. അതില്ല എന്റെ മടിയിൽ ഇരുന്നില്ല. എന്റെ മടിയിൽ ഇരുന്നോ? എന്റെ മടി ഇരുന്നിട്ടില്ല. അങ്ങനെ വേണ്ട, കളി നിർത്ത്. ആ ബസ്റ്റ് നിനക്ക് ഞാൻ തന്നു പ്രൈസ്. അല്ല ഞാൻ ഇരുന്നില്ല. ഈ കളി വേണ്ട. ഞാൻ പറയാം. ഞാൻ പറയാം. പറ. സുന്ദരിക്ക് പൂട്ട് പുഴുകാം. പൊട്ട് പോക്കാം. നല്ല ഗെയിമാ. ആരെ സുന്ദരി? ഞാനാകാം. കളിക്കില്ല. ഞാൻ ഇന്നലെ പോയി.
അയ്യോ എന്നാ പിന്നെ ഞാനാവട്ടെ അമ്മൂമ്മ ആയിരിക്കട്ടെ. അങ്ങനാണെങ്കിൽ ഞാനും ഉണ്ട് അങ്ങനാണെങ്കിൽ ആദ്യം എനിക്കാ കേട്ടോ. നീ അല്ല, അതെങ്ങനെ നീ ആദ്യം എങ്ങനെ ആവും? അല്ലെന്ന് പിന്നെ? നീ ആദ്യം കുത്തു വന്നേ ആദ്യം എനിക്കാന്ന്. അയ്യോ അങ്ങനെയാ? അയ്യോ അപ്പൊ ഫസ്റ്റില്ല എന്റെ കണ്ണ് കെട്ടണേ. ഞാൻ രണ്ടാം കെട്ടെ. ഞാൻ രണ്ടാം കെട്ട്. നിങ്ങൾ ഇത്രയും നാളെ എന്നോട് അങ്ങനെ പറഞ്ഞില്ല രണ്ടാം കെട്ടാണെന്ന്. നിങ്ങൾ രണ്ടാം കെട്ടാണെങ്കിൽ പിന്നെ എന്നിപ്പോ ഒന്ന് കെട്ടിയത് എന്റെ ഇത്ര രണ്ട് മുറച്ചെറുക്കാർ അവരെ പോലും നോക്കാണ്ട് ഞാൻ നിങ്ങളെ വന്ന് കെട്ടിയത്. ഞാൻ കാര്യം പറയാം. നല്ലത്. രണ്ടുപേരുണ്ട് ഇവിടെ. ഡിവേഴ്സ് പറ്റിയ അവസരം. അതല്ല പറഞ്ഞത്. അവൻ കെട്ടിയില്ല കണ്ണില്. രണ്ടാമത് ഞാൻ കെട്ടുന്നു മുട്ടോടെ. കണ്ണ് കറക്കി വേണ്ട കറക്കി സുന്ദരി അവിടെ കൊണ്ടുവരുത്തോ. സുന്ദരി ഇവിടെ ഇരി, എന്നാ ഇവിടെ ഇരി. ഞാൻ എവനെ കറക്കി ഇവിടെ ആദ്യം കറങ്ങടാ കറങ്ങ. ആ അങ്ങോട്ട് നോക്കി. തൊടാൻ പോവാണേ. നിനക്ക് ഫസ്റ്റ്. ഇവന് ഫസ്റ്റ്. രണ്ടാമത്തെ പ്രാവശ്യം തന്നെ ആദ്യത്തെ എന്നെ മടിയിൽ ഇരുത്തിയില്ല. ഇപ്പൊ ദേഹത്തൊന്നും തൊട്ടില്ല. ഇനി എന്ന് ഏതോളത്തിനാ ഞാൻ ലീഡറെ വേറെ എന്തെങ്കിലും കളി അങ്ങ് വെച്ച് കൊടുക്ക. ഒളിച്ച് കളിക്കാം. ഒളിച്ച് കളിക്കാം. എനിക്ക് ഈ ഒളിച്ച് കളി ഇഷ്ടം. ഞാൻ ഒളിച്ചിട്ട് വരട്ടെ. എവിടെ? ഇല്ല. നീ എണ്ണണം. ഞാൻ എണ്ണണമെന്ന്. നീ വന്നു കയറിയവനല്ലേ നിനക്ക് എണ്ണിയാലേ ഞാൻ കുഴപ്പം. നീ എണ്ണ മാറ്. ഇതാ കുറ്റി ഇതെല്ലാം വെച്ചു പൊഴിക്കാം. 1 2 3 ദൈവം എന്തോ കഷ്ടോലാന്ന് പറ. 3 4 5 7 8 9 ഇങ്ങോട്ട് വരണ്ടായിരുന്നു സത്യം. 15 15 മാമന്റെ 16 പോലും മാമന്റെ വീട്ടിൽ പോകണ്ടായിരുന്നു. 19 20 കിങ്ങിന്റെ മൂട്ടി നിൽക്കുന്നവരെല്ലാരും സാറ്റേ കുഞ്ഞിനെ കൊണ്ട് പോയി ഒളിച്ചില്ലയോ? ഗായത്രി എവിടെ ഇരിക്കുന്നെന്ന് പറ. അവന്മാരെ കണ്ടുപിടിക്കാൻ പോയി. അവൾ ഇരിക്കുന്നതിന്റെ അപ്പുറം ഇപ്പുറം കാണും അവന്മാര്. അത് പറ. ഗായത്രി ഇരിക്കുന്നത് പറ. എനിക്കറിയത്തില്ല, അവിടെ കാണാൻ പോയി നോക്കാം. പോയേ അല്ലേ. ഞാൻ അടിച്ചിട്ടുണ്ട്. ഓക്കെ എറ്റവൻ അവിടെ ഇരിക്കുന്നത്. ആരാ? പാവക്കുട്ടൻ. ബാബുക്കുട്ടൻ തേണ്ടത് ആ ഭാഗത്താണ് വിളിച്ചിരിക്കുന്നത്. ഞാൻ കണ്ടു. അവിടെ പോയി നോക്ക്. അവിടെ പോയി നോക്ക്. അയ്യോ അതും പറ്റിച്ച്. നമ്മള് ടീമാ. ഗായത്രി എവിടെ ഇരിക്കുന്നത്? ഗായത്രി തേണ്ട ആ ഭാഗത്താ വിളിച്ചിരിക്കുന്നത്. ഇല്ല ഈ ഭാഗത്താ വിളിച്ചിരിക്കുന്നത്. ഇവിടെ എവിടെയെങ്കിലും തീരുമാനം. ഈ ഭാഗം എന്നെ പറ്റിക്കാൻ എനിക്കറിയാം. പാടാ ഇവള് തന്നെ പറ്റിച്ച്. അപ്പൊ ഇനി എന്തൊക്കെ എന്നെ അറിയാം. ഇനി ഒരു ചേഞ്ച് ഉണ്ട്. ഇനി നീ തന്നെ എണ്ണം. അത് 1500 എണ്ണം. ഓടിക്കവാ. ഞാനാ ജയിച്ചത് ഇപ്രാവശ്യം. ഞാനാ ഫസ്റ്റ് കൂടെ ഒന്ന് സാറ്റ് അടിച്ചത്. എന്നെ കൊണ്ട് പഠിത്തം ഞാൻ എണ്ണത്തില്ല. ആ കളി വേണ്ട. അല്ലെന്ന് ഞാൻ പറഞ്ഞോട്ടെ. ഇവിടെ ഞാൻ ജയിച്ചു. ഇനി നമുക്ക് വല്ല ആഹാരം കഴിക്കാം. നിർത്തന്നെ, കളികളൊക്കെ മതി കേട്ടോ. പക്ഷെ കളി കയറുന്നില്ല. ഒരുത്തം വരാനുണ്ട്. ഒരുത്തം സാറ്റടിക്കാനുണ്ടെന്ന്. നമ്മളെല്ലാരും അടിച്ചില്ല. നീ വിളിച്ചോണ്ട് വന്ന കള്ളനെ എവിടാടാ? എന്റെ മോൻ വന്നില്ല. ആ കൊള്ളാം. ഞാൻ പെണ്ണുമ്പളെ നോക്കും, നിന്റെ കളറെ നോക്കി. എന്റെ ജോലി മുത്തശ്ശി ഈ കള്ളക്കളവിയാണ്. അവന്റെ വിലങ്ങ് അഴിച്ചു വിട്ട് ഇത് മൊത്തം കുളമായി. ഞാൻ ഈ പ്രതിക്ക് വേറെ ഇനി ആരെ കൊണ്ടുവന്നു പോകും? ജോയി ആരാ നിന്റെ? അയ്യോ ഇപ്പൊ പോയെന്ന്. അയ്യോ ജോലി പോകുമെന്നാ പറഞ്ഞു. അയ്യോ ആ സ്വർണ്ണക്കിണ്ടിയും സ്വർണ്ണ തളികയിരുന്ന പെട്ടി കാണാനില്ല. അവനോട്ട് പോയതാ. സമാധാനായല്ലോ. നിന്നെ ഞാൻ കൊല്ലും. ഞാൻ എന്നെ എന്തിനാ കൊല്ലുന്നേ? നിന്നെ കൊല്ലും. നീ അല്ലേ അവനെ കൊണ്ടുവന്നത്? ഈടാ എന്റെ ജോലി പോയിട്ടിരിക്കുമ്പോ എന്നെ ടെൻഷൻ അടിപ്പിക്കല്ലേ. ഇവിടെ നിക്കണ്ട. പോയി എല്ലാം പോയി. പെട്ടിയും പോയി. ആ സെറ്റും ഉണ്ടെങ്കിൽ തന്നേര്. എനിക്ക് എന്റെ വല്യമ്മക്ക് വേറെ ഈ വയസ്സങ്ങാലത്തെ ഇവിടെ ഇരുന്ന് ഈ കുശുമും കുന്നായ്മ പറയണ നേരത്തെ നാരായണ അറിയാമോ? സെറ്റും ഉണ്ടെങ്കിൽ നീ എന്റെ കൊച്ചുമോള് തന്നെയാണോടി? ആ മോനെ നിനക്കൊന്നും എടുക്കാനില്ലയോ? ഞാൻ തന്നില്ലല്ലോ. എനിക്കറിയായിരുന്നു അവസാനം എങ്ങനെ വരുള്ളൂ. അതുകൊണ്ട് ഒന്നാ തരാത്ത. അത് ശരി. കണ്ടോ, എന്റെ കയ്യും കൊണ്ട് ഞാൻ ചോറ് വിളമ്പി കൊടുത്തതാ. അവൻ പറ്റിക്കത്തില്ലെന്ന് എനിക്കറിയാം. ഇതിന്റെ അകത്ത് എന്തുണ്ടെന്നാ പറഞ്ഞേ? ഇതിനകത്ത് അപ്പൂപ്പന്റെ കിണ്ടിയും സ്വർണ്ണമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൂപ്പന്റെ ഒരു കിണ്ടി ഇതിന്റെ അകത്തില്ല. ഭയങ്കര പറ്റില്ല. അതിന്റെ അകത്ത് ഒരു കുന്തവും ഇല്ല. എടാ എനിക്കറിയാം. ആ പെട്ടി ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നീയൊക്കെ അടിച്ചു മാറ്റുമെന്ന് അറിയാം. അതുകൊണ്ട് ഞാൻ ഈ സ്വർണ്ണ കിണ്ടിയും കുന്തം എല്ലാം കൂടെ ഞാൻ വേറൊരു പെട്ടിക്കകത്താക്കി അലമാരിക്കകത്ത് പൂട്ടി വെച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ സെറ്റും ഉണ്ട്. ഞാൻ കൊണ്ടുപോകത്തില്ല. ഞാൻ ഇപ്പൊ വരാട്ടോ. നീ എവിടെ പോടാ? ഒരു പഴയ ടി വി വീട്ടിലിരിക്കുന്ന അതെടുത്തോണ്ട് വരായിരുന്നു. ഓണാകത്തെ ടി വിയിൽ എനിക്ക് വേണ്ടത്. വേണ്ടെങ്കിൽ വേണ്ട ഒരു കാര്യം ചെയ്യും. ആ പെട്ടി എടുത്ത് നമുക്കങ്ങ് വീതിക്കും. അത് ശരി, ഞാൻ വീതിക്കാം. അതിന് മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. ആ ഒരു പെട്ടിയുടെ പേര് പറഞ്ഞല്ലോ എല്ലാ വർഷവും നിങ്ങൾ ഇവിടെ ഓണത്തിന് കയറി ഇറങ്ങുന്നത്. പക്ഷെ ആ പെട്ടി പൊട്ടിക്കുന്നത് അടുത്ത വർഷം.
ഇപ്പൊ പൊട്ടിക്കുന്നില്ല. അതെന്താ പൊട്ടിക്കാത്തെ? ഒന്നാം ഓണം പൊന്നോണം, വന്നവരെല്ലാം തിന്നോണം, തിന്നവരെല്ലാം പൊക്കോണം. എങ്ങനെ പൊക്കോണമല്ല. ഈ കള്ളക്കളവ് വിളിച്ച് പറ്റിച്ചതാടാ. ആ ഒരു കുന്തം കിട്ടിയില്ല. കൊച്ചിന്റെ പേരും പറഞ്ഞു വെറുതെ ആയിപ്പോയി. സാധനം തന്നില്ല അമ്മൂമ്മ. എന്ത് കഷ്ടം നോക്ക്. തിന്നോരെല്ലാം പൊക്കോണമെന്നല്ലയോ പറഞ്ഞ്? ഞാനൊന്നും തിന്നില്ല. ഇറങ്ങി പോടാ.